മരണം മരണാനന്തരം. പുസ്തകവായന. രചന ജി.കെ. എടത്തനാട്ടുകര. പ്രസാധനം IPH ബുക്സ്. അധ്യായം 3. മരണാനന്തര ജീവിതം സാധ്യതയുടെ യുക്തി. ചരിത്രത്തിൽ ഏറ്റവുമധികം ചോദ്യം ചെയ്യപ്പെട്ടതും സംശയിക്കപ്പെട്ടതുമായ വിശ്വാസമാണ് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന വിശ്വാസം. മരിച്ചതിന് ശേഷം തിരിച്ചുവന്നവരാരുമില്ല എന്നത് അതിനുള്ള മുഖ്യ ന്യായവുമാണ്. മനുഷ്യന് ദൈവം 2 സവിശേഷ കഴിവുകൾ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് കണ്ട ഒന്നിൽ നിന്ന് കാണാത്ത ഒന്നിനെ അനുമാനിച്ചറിയാനുള്ള കഴിവാണ്, അഥവാ കാര്യത്തിൽ നിന്ന് കാരണം കണ്ടെത്താനുള്ള കഴിവ്. മറ്റൊന്ന് ലക്ഷണങ്ങളിൽ നിന്ന് ഫലസാധ്യത മനസ്സിലാക്കാനുള്ള കഴിവുമാണ്. കണ്ടതിൽ നിന്ന് കാണാത്തതിനെ അനുമാനിച്ചറിയാൻ മനുഷ്യന് കഴിയുന്നതുകൊണ്ടാണ് ശില്പം കണ്ടുകൊണ്ട് അതിനു പിന്നിലെ ശില്പിയെ മനുഷ്യൻ അറിയുന്നത്. സൃഷ്ടികളെ കണ്ടുകൊണ്ട് സൃഷ്ടാവിനെ അറിയുന്നതും അങ്ങനെയാണ്. ഇതുപോലെ ഒന്നിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് ഫലസാധ്യത അറിയാനും മനുഷ്യന് കഴിയും. ആകാശത്ത് മഴമേഘങ്ങൾ ഉരുണ്ടുകൂടിയാൽ ആ ലക്ഷണത്തിൽ നിന്ന് മനുഷ്യൻ മനസ്സിലാക്കുക ഭൂമിയിൽ മഴയുടെ സാധ്യതയെയാണ്. ഇപ്രകാരം ഇഹലോക ജീവിത ലക്ഷണങ്ങളെ നിരീക്ഷിച്ചാൽ മറ്റൊരു പരലോക ജീവിത സാധ്യതയെ മനുഷ്യന് കണ്ടെത്താം. വിശുദ്ധ ഖുർആന്റെ അധ്യാപനമനുസരിച്ച് മനുഷ്യജീവിതത്തിന് പ്രധാനമായും 3 ഘട്ടങ്ങളുണ്ട്. അതിൽ 1-ാം ഘട്ട ജീവിതം മറ്റൊരു 2-ാം ഘട്ട ജീവിതത്തിലേക്കും 2-ാം ഘട്ട ജീവിതം മറ്റൊരു 3-ാം ഘട്ട ജീവിതത്തിലേക്കും വിരൽ ചൂണ്ടുന്നതായി കാണാം. അതിൽ 1-ാം ഘട്ട ജീവിതം 10 മാസത്തോളം ദൈർഘ്യമുള്ള ഗർഭാശയത്തിലുള്ള ജീവിതമാണ്. കർമ്മജീവിതത്തിൻ്റെ മുന്നോടിയായ കർമ്മരഹിത ജീവിതമാണ് അവിടെ. 2-ാം ഘട്ടം അതിനേക്കാൾ ദൈർഘ്യമുള്ള ജനനാനന്തര ജീവിതമാണ്. അത് കർമ്മജീവിതമാണ്. 3-ാം ഘട്ടം അനന്തമായ മരണാനന്തര ജീവിതമാണ്. അത് കർമ്മഫലം അനുഭവിക്കുന്ന ജീവിതമാണ്. ഗർഭാശയ ലോകത്ത് വളരുന്ന ഒരു കുഞ്ഞിന് കർമ്മലോകം അജ്ഞാതമാണെന്ന പോലെ കർമ്മഭൂമിയിൽ ജീവിക്കുന്നവർക്ക് കർമ്മഫല ലോകവും അജ്ഞാതമാണ്. ഗർഭാശയത്തിൽ വളരുന്ന ഒരു കുഞ്ഞിനോട് ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് മനസ്സിലാവുകയില്ല. കാരണം അങ്ങനെ ഒരു ജീവിതം അത് അനുഭവിച്ചിട്ടില്ല. അതിനർത്ഥം അങ്ങനെയൊരു ജീവിതം വരാനിരിക്കുന്നില്ല എന്നല്ല. അതുപോലെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരാളോട് മരണാനന്തരമുള്ള മറ്റൊരു ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. കാരണം അത് അനുഭവിച്ചിട്ടില്ലാത്ത ലോകമാണ്. അങ്ങനെയൊരു ലോകം വരാനിരിക്കുന്നില്ല എന്ന് അതിനർത്ഥമില്ല. നേരെ മറിച്ച് ഓരോ ജീവിതഘട്ടത്തിലെയും ലക്ഷണങ്ങൾ ശേഷം വരാനിരിക്കുന്ന ജീവിതഘട്ടത്തിലേക്ക് ന്യായങ്ങൾ തരുന്നുണ്ട്. ജീവിതത്തിൻ്റെ 1-ാം ഘട്ടമാകുന്ന ഗർഭാശയ ലോക ജീവിതത്തിൻ്റെ ലക്ഷണങ്ങൾ 2-ാം ഘട്ട ജീവിതത്തിൻ്റെ സാധ്യതകളെ വിളിച്ചു പറയുന്നതായി കാണാം. വെളിച്ചം കടക്കാത്ത ഗർഭാശയ ലോകത്ത് വെച്ച് കുഞ്ഞിന് കണ്ണുകളുണ്ടാവുന്നത് കാണാൻ വേണ്ടിയാണല്ലോ. ഗർഭാശയത്തിൽ പക്ഷേ കാണാൻ കഴിയില്ല. അതിനർത്ഥം കണ്ണുകൾ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം പൂർത്തിയാവണമെങ്കിൽ മറ്റൊരു ഘട്ടത്തിലേക്ക് വരണമെന്നാണ്. കുഞ്ഞിന് കാലുകളുണ്ടാവുന്നത് നടക്കാൻ എന്ന ഉദ്ദേശത്തോടെയാണ്. ഗർഭാശയത്തിലൂടെ പക്ഷേ നടക്കാനാവില്ല. അതുകൊണ്ട് തന്നെ കാലുകൾ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം പൂർത്തിയാവണമെങ്കിൽ നടക്കാൻ പറ്റുന്ന മറ്റൊരു ലോകത്ത് വരണം. നാവിൻ്റെ രുചി അറിയാനുള്ള തേട്ടം പൂർത്തിയാവാൻ മറ്റൊരു ഘട്ടം വേണം. ഗർഭാശയത്തിൽ രൂപപ്പെടുന്ന പൊക്കിൽ കൊടിയല്ലാത്ത ഏതാണ്ടെല്ലാ അവയവങ്ങളുടെയും സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം പൂർത്തിയാവാൻ ഗർഭാശയ ലോകത്ത് നിന്ന് പുറത്തു വരണം എന്നർത്ഥം. ഇങ്ങനെ ഗർഭാശയത്തിൽ വെച്ചുണ്ടാകുന്ന ഓരോ അവയവവും ഒരു പുതിയ ലോകത്തെ തേടുന്നതായി കാണാം.
ഒന്നാം ഘട്ട ജീവിതത്തിൽ തന്നെ രണ്ടാം ഘട്ട ജീവിതത്തിനുള്ള ന്യായങ്ങളും തെളിവുകളുമുണ്ട് എന്നർത്ഥം. രണ്ടാം ഘട്ട ജീവിതം ഗർഭസ്ഥ ശിശുവിന് അജ്ഞാതമാണെങ്കിലും ശിശുവിൻ്റെ സൃഷ്ടിപ്രകൃതിയുടെ തേട്ടം ജനനാനന്തരം പൂർത്തിയാവുന്നു. ജനനാനന്തരം കർമ്മഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് നീതിബോധം അഥവാ ധർമ്മബോധം എന്നൊന്നുണ്ടല്ലോ. മനുഷ്യനിൽ നിലനിൽക്കുന്ന ഈ നീതിബോധത്തിന് കൃത്യമായ ചില തേട്ടങ്ങളുണ്ട്. അതനുസരിച്ച് സൽക്കർമ്മിക്ക് രക്ഷയും ദുഷ്കർമ്മിക്ക് ശിക്ഷയും നിരപരാധിക്ക് നീതിയും ലഭിക്കണം. അക്രമികളായ മനുഷ്യർ പോലും ഇതിനെ നിഷേധിക്കുകയില്ല. കാരണം കണ്ണിൻ്റെ തേട്ടമാണ് നോട്ടം എന്ന പോലെ, കാതിൻ്റെ തേട്ടമാണ് കേൾവി എന്ന പോലെ നീതിബോധത്തിൻ്റെ തേട്ടങ്ങളാണ് അവ. ഈ തേട്ടം പൂർത്തീകരിക്കാനാണ് കോടതിയും വിചാരണയും ശിക്ഷാ സംവിധാനങ്ങളും മനുഷ്യൻ ഒരുക്കിയത്. എന്നാൽ നീതിബോധത്തിൻ്റെ തേട്ടങ്ങളെ പൂർത്തിയാക്കാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയുമോ? ഒരാളെ കൊന്ന കുറ്റവാളിക്ക് നൽകാവുന്ന ശിക്ഷയും ലക്ഷങ്ങളെ കൊന്ന കൊടും കുറ്റവാളിക്ക് നൽകാവുന്ന ശിക്ഷയും ഒരേ വധശിക്ഷയാണ്. മാത്രമല്ല, കുറ്റവാളിക്ക് ശിക്ഷ നൽകി എന്നതുകൊണ്ട് മാത്രം മരണപ്പെട്ട നിരപരാധികൾക്ക് നീതി ലഭിക്കുമോ? അതുപോലെ മഹത് കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുക എന്നതും നീതിബോധത്തിൻ്റെ താൽപ്പര്യമാണ്. മരണാനന്തര ബഹുമതി എന്ന സമ്പ്രദായം മനുഷ്യൻ ആവിഷ്കരിച്ചത് ഈ താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ മരിച്ച് മണ്ണിന് വളമായ മനുഷ്യന് ജീവിച്ചിരിക്കുന്നവർ ബഹുമതി നൽകിയാൽ അത് ആ മനുഷ്യന് ലഭിക്കുമോ? ഒരിക്കലുമില്ല. എന്നിരിക്കെ ജീവിതകഥയിലെ ഈ അപൂർണത നികത്തപ്പെടേണ്ടതല്ലേ? മനുഷ്യജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന 2 ഉദാഹരണങ്ങൾ വെച്ച് ഒന്നുകൂടി വിശകലനം ചെയ്യാം. 1. കത്തിക്കൊണ്ടിരിക്കുന്ന വീടിനകത്ത് കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താൻ ഒരാൾ ശ്രമിക്കുന്നു. അതിനിടയിൽ അഗ്നി ആളിപ്പടരുകയും അദ്ദേഹം വെന്തു മരിക്കുകയും ചെയ്യുന്നു. 2. കക്കാൻ വേണ്ടി വീട്ടിൽ കയറിയ കള്ളൻ കളവ് നടത്താൻ ശ്രമിക്കവേ വീട്ടുടമസ്ഥനെയും ഭാര്യാസന്താനങ്ങളെയും ക്രൂരമായി കൊലപ്പെടുത്തി. കിട്ടാവുന്നത്ര സമ്പത്തെല്ലാം വാരിക്കൂട്ടി പുറത്തിറങ്ങി ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഒരു കിണറ്റിൽ വീണ് മരിക്കുന്നു. ഈ 2 സംഭവങ്ങളിൽ മനുഷ്യൻ്റെ നീതിബോധം 3 കാര്യങ്ങൾ തേടുന്നു. വീട്ടുകാരെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ മരിച്ച വ്യക്തിയുടെ കർമ്മം ഭൗതികാർത്ഥത്തിൽ പരാജയപ്പെട്ടു. അതുകൊണ്ടുതന്നെ അതൊരു പാഴ്വേലയായി. എന്നാൽ ധാർമ്മിക തലത്തിൽ വിലയിരുത്തുമ്പോൾ അതൊരു പാഴ്വേലയാണോ? പരാജയപ്പെടുന്ന മഹത് കർമ്മങ്ങൾ പാഴ്വേലകളാണോ എന്ന് ബോസ്നിയൻ പ്രസിഡന്റായിരുന്ന ലോക പ്രശസ്ത ഇസ്ലാമിക ചിന്തകൻ അലി ഇസ്സത്ത് ബെഗോവിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള മനുഷ്യ മനസാക്ഷിയുടെ ഉത്തരം ഒരിക്കലുമല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രതിഫലാർഹമായ മഹത് കർമ്മമാണത്. അതിനുള്ള പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കണം. രണ്ടാമത്തെ സംഭവത്തിൽ കള്ളനായ കൊലയാളിക്ക് ശിക്ഷയും നിരപരാധികളായ കുടുംബാംഗങ്ങൾക്ക് നീതിയും കിട്ടണം. മനുഷ്യൻ്റെ നീതിബോധത്തിൻ്റെ ഈ തേട്ടങ്ങളെ പൂർത്തീകരിക്കാൻ മനുഷ്യനിർമ്മിതമായ ഏത് സംവിധാനങ്ങൾക്കാണ് ആവുക? ഇത് പൂർത്തിയാവാത്തിടത്തോളം ജീവിതകഥ അപൂർണമാണ്. ഇതിനൊരു പൂർണ്ണത ഉണ്ടാവേണ്ടതില്ലേ? കണ്ണിൻ്റെ തേട്ടം നോട്ടമാണ്. അത് ഗർഭാശയത്തിൽ പൂർത്തിയാവുന്നില്ല. അത് പൂർത്തിയാവുന്നത് 2ാം ഘട്ട ജീവിതത്തിലാണെന്ന പോലെ 2ാം ഘട്ട ജീവിതത്തിലെ നീതിബോധത്തിൻ്റെ തേട്ടം പൂർത്തിയാവുന്ന 3ാം ഘട്ട ജീവിതം എന്തുകൊണ്ടുണ്ടായിക്കൂടാ? മനുഷ്യന് നീതിബോധമുണ്ടായിരിക്കെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിനും അതുണ്ടാവുമെന്നുറപ്പാണല്ലോ. എന്നിരിക്കെ ജീവിതകഥ ഇവിടെ അവസാനിപ്പിക്കുമോ? ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ആ സന്ദർഭത്തിൽ ആവശ്യമായ ഭക്ഷണം പോലും മാതാപിതാക്കളോ കുഞ്ഞോ അറിയാതെ മാതാവിൻ്റെ സ്തനത്തിൽ അമ്മിഞ്ഞ പാലായി രൂപപ്പെടുത്തുന്നിടത്തുവരെ ശ്രദ്ധിച്ച ദൈവം തമ്പുരാൻ മനുഷ്യൻ്റെ ജീവിത കഥയെ അനീതിയിൽ അവസാനിപ്പിക്കുമോ? ഒരിക്കലുമില്ല. മനുഷ്യൻ്റെ മനസാക്ഷി കോടതിയുടെ തേട്ടം മനുഷ്യനിർമ്മിത കോടതികൾക്ക് പരിഹരിക്കാനാവുകയില്ലെന്നിരിക്കെ ദൈവിക കോടതിയുടെ സാധ്യത നിരാകരിക്കുന്നതെങ്ങനെ? നല്ല ജീവിതത്തിന് നല്ല കൂലിയും ചീത്ത ജീവിതത്തിന് ചീത്ത കൂലിയുമാണ് വേണ്ടത്.
ഇത് മനുഷ്യൻ്റെ നീതിബോധത്തിൻ്റെ സമ്മതമാണ്. അതുപക്ഷേ അതിൻ്റെ പൂർണ്ണതയിൽ ഇവിടെ ദൃശ്യമാവുന്നില്ല. അതിനാൽ ഇങ്ങനെ ഒരു ഇഹലോക ജീവിതം ഉണ്ട് എന്നത് മറ്റൊരു പരലോക ജീവിതം ഉണ്ടാവണം എന്നതിനുള്ള ന്യായമാണ്. വിശുദ്ധ ഖുർആനിൽ 51 അധ്യായം 49 വാക്യത്തിലൂടെ സൃഷ്ടാവായ ദൈവം ഈ യാഥാർത്ഥ്യത്തിലേക്ക് കൂടി സൂചന നൽകുന്നുണ്ട്. നാം എല്ലാ വസ്തുക്കളുടെയും ഇണകളെ സൃഷ്ടിച്ചു, നിങ്ങൾ ചിന്തിച്ചറിയാൻ. എല്ലാറ്റിനും ഇണകളെ സൃഷ്ടിച്ചു എന്നതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഭൗതിക ജീവിതത്തിനും ഒരു ഇണയുണ്ടാവും എന്നത്. ലോകപ്രശസ്ത ഇസ്ലാമിക പണ്ഡിതൻ അബുൽ ആല മൗദൂദി ഇക്കാര്യം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: സകല പ്രാപഞ്ചിക വസ്തുക്കളും ജോഡിയായി സൃഷ്ടിക്കപ്പെടുന്നതും ലോകത്തെ ഓരോ വസ്തുവും മറ്റൊന്നിൻ്റെ ഇണയായിരിക്കുന്നതും പരലോകത്തിൻ്റെ അനിവാര്യതയെ ഖണ്ഡിതമായി സാക്ഷ്യപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാകുന്നു. നിങ്ങൾ സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിച്ചു നോക്കിയാൽ തന്നെ ബോധ്യമാകുന്ന സംഗതിയാണിത്. ലോകത്തിലെ ഓരോ കാര്യത്തിനും ഒരു ഇണയുണ്ടായിരിക്കുകയും ഒരു കാര്യവും അതിൻ്റെ ഇണയെ കൂടാതെ പ്രയോജനപ്രദമല്ലാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ ഭൗതിക ജീവിതം മാത്രം ഇണയില്ലാതെ ഒറ്റപ്പെട്ടതാകുമോ? അതിൻ്റെ ഇണ അനിവാര്യമായും പരലോകമാകുന്നു. അതില്ലെങ്കിൽ തീർച്ചയായും ഈ ജീവിതം അർത്ഥഹീനമായിത്തീരുന്നു. തഫ്ഹീമുൽ ഖുർആൻ വാല്യം 5 പേജ് 134 എഡിഷൻ 12. ഒന്നിൻ്റെ യാഥാർത്ഥ്യവും മഹത്വവും വ്യക്തമാക്കുക അതിൻ്റെ വിപരീതത്തിലൂടെയാണെന്ന് പ്രമുഖ ഖുർആൻ പണ്ഡിതനായ ഇമാം റാസി തൻ്റെ ഖുർആൻ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. സത്യം അസത്യം, നന്മ തിന്മ, ശരി തെറ്റ്, ധർമ്മം അധർമ്മം, സന്മാർഗം ദുർമാർഗം എന്നു തുടങ്ങി പകൽ രാത്രി, വെളുപ്പ് കറുപ്പ്, മധുരം കയ്പ്, അകം പുറം എന്നിങ്ങനെ നീളുന്ന ഈ ലിസ്റ്റിൽ സുഖം ദുഃഖം, ജനനം മരണം എന്നതുവരെയും യാഥാർത്ഥ്യമാണെന്നിരിക്കെ ഇഹലോകം പരലോകം, സ്വർഗം നരകം, നശ്വരം അനശ്വരം എന്നീ കാര്യങ്ങൾ കൂടി യാഥാർത്ഥ്യമാവാതിരിക്കുന്നതെങ്ങനെ? നീതിബോധത്തിൻ്റെ തേട്ടവും കർമ്മങ്ങളുടെ ധാർമ്മിക ഫലങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇഹലോക ജീവിതം അപൂർണമാണെന്ന് മനുഷ്യന് മനസ്സിലാവുന്നുണ്ടല്ലോ. അതിന് കാരണം ഇക്കാര്യത്തിൽ പൂർണ്ണതയുള്ള മറ്റൊരു ലോകത്തെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ഉള്ളിൽ നേരത്തെ ബോധനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഒരു കാര്യം അപൂർണമാണെന്ന് മനസ്സിലാകണമെങ്കിൽ ആ കാര്യത്തിൻ്റെ പൂർണ്ണതയെ സംബന്ധിച്ച് നേരത്തെ അറിവുണ്ടായിരിക്കണം. പൊട്ടിയ ഭരണി കാണുന്ന ഒരാൾക്ക് അത് പൊട്ട ഭരണിയാണെന്ന് മനസ്സിലാവണമെങ്കിൽ പൊട്ടാത്ത ഭരണിയെക്കുറിച്ച് നേരത്തെ അറിയേണ്ടതുണ്ട്. സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ചും മരണാനന്തരം വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുമുള്ള ഉൾബോധം മനുഷ്യാത്മാക്കളിൽ നേരത്തെ ഉൾച്ചേർന്നിട്ടുണ്ടെന്ന കാര്യം വിശുദ്ധ ഖുർആനിലൂടെ ദൈവം പറയുന്നുണ്ട്. പ്രവാചകരെ, താങ്കൾ ജനത്തെ ആ സന്ദർഭം ഓർമ്മിപ്പിക്കുക. നിന്റെ നാഥൻ ആദം സന്തതികളുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താന പരമ്പരകളെ പുറത്തെടുക്കുകയും അവരുടെ മേൽ അവരെ തന്നെ സാക്ഷിയാക്കുകയും ചെയ്ത സന്ദർഭം. അവൻ ചോദിച്ചു, നിങ്ങളുടെ നാഥൻ ഞാനല്ലയോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങളതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പു നാളിൽ ഞങ്ങൾ ഇതേക്കുറിച്ച് അജ്ഞരായിരുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കാനാണ് നാം ഇത് ചെയ്തത്. വിശുദ്ധ ഖുർആൻ 7 അധ്യായം 172 സൂക്തം. ചുരുക്കത്തിൽ മനുഷ്യബോധത്തിൽ മറഞ്ഞുകിടക്കുന്ന സ്രഷ്ടാവായ ദൈവത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള യാഥാർത്ഥ്യ ബോധത്തെ തട്ടിയുണർത്തുകയാണ് പ്രവാചകന്മാർ ചെയ്തത്. പിൻകുറി: മനുഷ്യനെ നാം കളിമൺ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നെ നാം അവനെ ബീജകണമാക്കി ഭദ്രമായ ഒരിടത്ത് സ്ഥാപിച്ചു. അനന്തരം ആ ബീജത്തെ ഭ്രൂണമാക്കി മാറ്റി. പിന്നീട് ആ ഭ്രൂണത്തെ മാംസക്കട്ടയാക്കി. അതിനുശേഷം മാംസത്തെ എല്ലുകളാക്കി. എല്ലുകളെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് നാം അതിനെ തീർത്തും വ്യത്യസ്തമായ ഒരു സൃഷ്ടിയായി വളർത്തിയെടുത്തു. ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ ദൈവം അനുഗ്രഹപൂർണൻ തന്നെ. പിന്നെ ഇനി ഉറപ്പായും നിങ്ങൾ മരിക്കേണ്ടവരാണ്. പിന്നീട് പുനരുദ്ധാന നാളിൽ തീർച്ചയായും നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ 23 അധ്യായം 12 മുതൽ 16 വരെയുള്ള സൂക്തങ്ങൾ.
ആധുനിക ഭ്രൂണശാസ്ത്രം ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചാഘട്ടങ്ങളെ സംബന്ധിച്ച ഖുർആന്റെ അധ്യാപനങ്ങളെ ശരിവെക്കുന്നു. ശാസ്ത്രം വളർന്നിട്ടില്ലാത്ത ഒരു കാലത്ത് പറഞ്ഞതത്രയും ശരിയാണെങ്കിൽ അതിനോട് ചേർത്തു പറഞ്ഞ മരണവും മരണാനന്തര ജീവിതവും ശരിയാവാതിരിക്കുമോ? നന്ദി.